ഫ്ലവേഴ്സിൽ ഗസ്റ്റ് ആയിട്ട് വന്നാണോ? ഞാനും പറയാം എപ്പിസോഡ് നന്നായിരുന്നു. എപ്പിസോഡ് കണ്ടായിരുന്നോ? ഇത് ചോദിക്കായിരുന്നു. ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗറിൽ വന്നിരുന്നു. നല്ല പ്രോഗ്രാമായിരുന്നു. കലക്കൻ എപ്പിസോഡ് കണ്ടായിരുന്നു. കണ്ടായിരുന്നു. അയ്യോ, ഞാൻ പിന്നെ അങ്ങോട്ടെ. അതാണ് നമ്മൾ മിസ് ചെയ്യാത്തത്. വെറുതെ അല്ല, എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഞാനെന്താ മിസ് ചെയ്യാത്തത്. ഇവനെന്റെ ചക്കര ആരും ചോദിക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. അല്ല, ഞങ്ങളൊരു ധാരണയിൽ വന്നതാണ്. ഇവൻ എന്ത് പറഞ്ഞാലും എന്നെ പൊക്കി പറയും, ഞാൻ ഇവനെ പൊക്കി പറയും. ടോബിയുടെ ആള് ടോബിനെ പൊക്കാനുള്ള ആരുമില്ല. ഒരു ജീൻ. നമസ്കാരം. നടികർ എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി അതിലെ നടീ നടന്മാരാണ് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത്. അതിൽ നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ടോബി ചേട്ടാ, ഭാവന ചേച്ചി, ചന്തു ചേട്ടാ, നമസ്കാരം. അപ്പോൾ ഈ ഒരു സിനിമയുടെ പോസ്റ്ററും കാര്യങ്ങളും എല്ലാം കൂടെ കണ്ടിട്ട് ഒരു ഭയങ്കര പോസിറ്റീവ്, മെയിൻലി പറഞ്ഞ ഫ്രഷ് കണ്ടന്റ് ആണ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയെ പറ്റി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇതിന്റെ ജോണർ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാമോ? ഒരു സാധനമുണ്ട്, പഠിച്ചു വെച്ച സാധനമുണ്ട്. എല്ലാം ഒരു സൂപ്പർ സ്റ്റാറിന്റെ കേരളയിലിരിക്കുന്ന കഥനകഥ ഹാസ്യത്തിന്റെ മേമ്പൊടിയിൽ പറഞ്ഞിരിക്കുന്നതാണ് എന്നാണ് ഞങ്ങൾ ഈ സിനിമയെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഈ ഒരു സിനിമയുടെ മൊത്തത്തിൽ പോസ്റ്റർ എല്ലാം നമുക്കൊരു നല്ലൊരു വൈബാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം, എൻ്റെ പേഴ്സണൽ ആസ്പെക്ട് എന്ന്. ഞാൻ ആക്ച്വലി ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഐ എം ഫീലിംഗ് സോ പ്രൗഡ് ആസ് എൻ ഇന്റർവ്യൂ. നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിങ്ങളിപ്പോൾ സ്പെഷ്യൽ ആക്ടേഴ്സിനെ ചെയ്യാൻ പറ്റും. പക്ഷേ മോർ ദൻ ദാറ്റ് ഞാൻ എടുത്തു പറയുന്നതിന്റെ കാരണം ഐ ഫീൽ പ്രൗഡ് ആസ് എ സിസ്റ്റർ. കാരണം അവിടെ എന്നോട് നോക്കരുന്ന് പറഞ്ഞു, ദ വൺ ഹൂ സിറ്റിംഗ് റൈറ്റ് ദർ ഇൻ ദ കോർണർ ഇസ് മൈ സിസ്റ്റർ. അവൾ എന്നോട് ഇങ്ങോട്ട് വരാൻ നേരം ഒരു ഇന്റർവ്യൂസിനും ഒരു പരിപാടിക്ക് എൻ്റെ കൂടെ വരാത്ത ആളാണ്. അവളുടെ ലൈഫിലെ ഒരു വിഷ് ലിസ്റ്റ് ഉണ്ടല്ലോ, ബക്കറ്റ് ലിസ്റ്റ്, അതിനകത്തെ ഒരു ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു ടോനി ചേട്ടൻ അടുത്ത് കാണണമെന്ന്. അതിന് ആളെൻ്റെ കൂടെ വന്നതാണ്. അത് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവള് 2016 ടൈൽ എന്ന മൂവി ചെയ്തപ്പോ അതിനകത്ത് ആൾ അഭിനയിച്ചപ്പോ അന്ന് തിയേറ്ററിൽ ഈ ചേട്ടൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ആ കുട്ടി പറഞ്ഞത് ഇപ്പോഴും മലയാള സിനിമയിൽ വേറെ ആരോടും അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പൊ എനിക്കത് ജസ്റ്റ് നോട്ടീസ് ചെയ്ത് പറഞ്ഞു തോന്നി. അതിൽ നിന്നൊരു ക്വസ്റ്റിനോട്ട് പോവാം. ആക്ച്വലി ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാൻ ബേസ്, ജസ്റ്റ് ടിപ്പിക്കലി ഫാൻ ബേസ് എന്നല്ല, ഏതൊരു ഏജിലെ ആൾക്കാർക്കും പലർക്കും ഒരുപാട് ഇഷ്ടം തോന്നിയൊരു നടനാണ്. അതെന്താണ് ഒരു മാജിക്? വാട്ട് ആർ യു ഡൂയിങ് ടു ദ ഫാൻസ്? അല്ല, പല എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഒരു ഹിറ്റ് ഇല്ലാത്തൊരു നടനാണെന്ന് ഞാൻ പറയും. സോ ഹൗ ഇസ് അതിന്റെ കറക്റ്റ് ഉത്തരം പറയണമെങ്കിൽ അത് അവരോട് തന്നെയാണ് ചോദിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഞാനായിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ഒരു മോശപ്പെട്ട ആളുമല്ല എന്നെനിക്ക് നല്ല ധാരണ, അതൊക്കെ കൊണ്ടായിരിക്കാം. ഓക്കെ, ഈ ഒരു മൂവി ചെയ്തപ്പോൾ നിങ്ങൾക്ക് 3 പേർക്കും എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നോ? കാരണം ഒരുപാട് സിനിമകൾക്ക് വേണ്ടി ചേട്ടൻ മറ്റേ ബോഡി ട്രാൻസ്ഫോർമേഷനോ അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലും ചാലഞ്ചസ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? എന്തെങ്കിലും ചാലഞ്ചസ്, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് രണ്ടോ? ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു നമ്മുടെ. പറയാൻ പറ്റൂല. എന്നാലും എന്തെങ്കിലും ടാസ്ക് പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ടാസ്ക് അടിച്ച പണിയല്ലായിരുന്നോ? എന്റെ ക്യാരക്ടർ ഇച്ചിരി കോംപ്ലക്സ് ആണ്. ഇതുപോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സിനും ആ ലെവൽ ഒരു കോംപ്ലക്സിറ്റി ഉണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും ക്യാരക്ടറിന്റെ വൾനറബിലിറ്റീസ് ഒരുപാട് പുറത്ത് കാണിക്കുന്നുണ്ട്. അത് ആസ് എ സ്റ്റാർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആക്ടേഴ്സിന് കണക്ട് ആവാൻ സാധ്യതയുള്ള ഒരു ഇതാണ്. അതെനിക്ക് തോന്നുന്നത് കുറച്ച് ചാലഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒന്ന് ഡേവിഡ് പടിക്കൽ എന്ന് പറയുന്ന വ്യക്തി, അയാൾ അഭിനയിക്കുന്ന സിനിമകളിലെ കഥാപാത്രങ്ങൾ ഇത് തമ്മില് ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസിയേഷൻ അല്ല, പക്ഷെ ചെറിയ ഡിഫറൻസിയേഷൻ ഉണ്ടാവുകയും ഇതൊന്നും ശരിക്കുള്ള ഞാനാവാതിരിക്കുകയും വേണം എന്ന് പറയുന്ന ഒരു ചലഞ്ച് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഞങ്ങളൊരു ധാരണയിൽ വന്നതാണ്. ഇവൻ എന്ത് പറഞ്ഞാലും എന്നെ പൊക്കി പറയും, ഞാൻ ഇവനെ പൊക്കി പറയും. ടോബിയുടെ ആള് ടോബിനെ പൊക്കാനുള്ള ആരുമില്ല. ഓക്കെ, എന്നാ ചന്ദ്രചേട്ടനോട് ചോദിക്കാം. നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള കുറച്ച് ആളുണ്ട് സിനിമയിൽ കാണാം. ഓക്കെ, അപ്പൊ ആള് യങ് ആണല്ലോ. അപ്പൊ നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ യങ് ആയിട്ടുള്ള. അപ്പൊ പക്ഷെ എന്നാലും ആളിൽ നിന്ന്, ചന്തുചേട്ടനിൽ നിന്ന് പഠിച്ച എന്തെങ്കിലും കാര്യമുള്ള നല്ല ക്വാളിറ്റി, എന്തെങ്കിലും ക്വാളിറ്റീസ് ആളിൽ നിന്ന്? കാരണം നമ്മൾ എപ്പോഴും പഠിക്കുന്ന മൂത്തവരെ കണ്ട് പഠിക്കുന്ന പഠിക്കാൻ പറ്റിയിട്ടില്ല. എന്തൊക്കെയാണ് ക്വാളിറ്റീസ്? എന്തെങ്കിലും നോട്ടീസ് ചെയ്ത ക്വാളിറ്റീസ്? നന്മയുടെ നിറക്കുട്ടവും ഇവന്റെ മൊത്തത്തിലുള്ള ഈ ഇരിപ്പും പാവും ഒക്കെ നല്ല രസമുണ്ട്. അതായത് ആരെയും
പ്രത്യേകിച്ച് അതിപ്പോ എനിക്ക് സലിമേട്ടൻ്റെ അടുത്തും ഉള്ള ഏറ്റവും വലിയ റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഈ അമിത വിനയൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല പുള്ളി. അതേ ഒരു സാധനം ഇവനും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതായത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ സ്ട്രേറ്റ് ആയിട്ട് ഉള്ള പോലെ പറഞ്ഞാൽ മതി. എന്നാ നല്ല ഹ്യൂമർ സെൻസും ഉണ്ട്. കാര്യം ആരെങ്കിലും അങ്ങനെ പ്ലീസ് ചെയ്യിക്കണം എന്നുള്ള ഒരു സംഭവം ഇവൻ എന്താണോ ഇവൻ. പക്ഷെ എന്നാലും ആരും ഒഫൻഡ് ചെയ്യുന്നുമില്ല. അതെ അത് നല്ല ക്വാളിറ്റിയാണ്. ഭയങ്കര കാമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഭയങ്കര ശാന്തശീലൻ ആണോ? ഭയങ്കര ശാന്തശീലനായിട്ടുള്ള അടുത്തറിയപ്പോ മനസ്സിലെ വിഗ്രഹം അങ്ങനൊന്നും പറയല്ലേ. ഏതൊരു സിനിമ ഇറങ്ങിയാലും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്ത് പോസ്റ്റ് ചെയ്താലും നമ്മളെ പറ്റി എന്തെങ്കിലും ന്യൂസ് വന്നാൽ ക്രിറ്റിസിസംസ് ഉണ്ടാവും ഒത്തിരി പേര്. അതപ്പോൾ നമുക്ക് കമന്റ്സ് വരും അല്ലെങ്കിൽ നേരിട്ട് ആൾക്കാർ പറയും. നിങ്ങൾ ആ ക്രിറ്റിസിസത്തിന് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? കാരണം നിങ്ങൾ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യോ അതോ ഫേസ് ചെയ്യോ? ഹൗ ഡു യു ഹാൻഡിൽ ദ ക്രിറ്റിസിസംസ് നമ്മളുടെ നല്ലത് ഉദ്ദേശിച്ച് പറയുന്ന ഈ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസംസ്, ജെന്യൂൻ ആയിട്ടുള്ള ക്രിറ്റിസിസംസ് അതിനൊക്കെ തീർച്ചയായിട്ടും വെൽക്കം ചെയ്യുന്നു. കാര്യം അത് ക്രിറ്റിസിസംസിന്റെ പെർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇനിയും നന്നാക്കാനുണ്ട് എന്ന് പറയുന്ന സമയത്ത് നന്നാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാം. വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ വെറുതെ ഒരു അടിസ്ഥാനം ഇല്ലാത്ത ക്രിറ്റിസിസംസ് ആണെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യുക തന്നെ വേണം. ഹെൽത്തി ക്രിറ്റിസിസം കുറെയൊക്കെ നമുക്ക് നല്ലതാണ്. അത് കേൾക്കുമ്പോൾ അത് എടുക്കേണ്ട രീതിയിൽ നമുക്ക് എടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരാളെ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ഇന്റൻഷനലി വേദനിപ്പിച്ച് പുൾ ഡൗൺ ചെയ്ത് സുഖം കിട്ടാൻ വേണ്ടി ക്രിറ്റിസൈസ് ചെയ്യുന്നവരെ അതെ അതെ അതെ. പിന്നെ ഇടുന്ന കമന്റ് ഇടുന്ന ഒരാളുടെ ഒരു ദിവസത്തെ ഒരു സെക്കൻഡില് വരുന്ന ഒരു തോട്ടിൽ വരുന്ന ഒരു കമന്റ് ആണ് അത്. നമ്മള് ഓഫ്കോഴ്സ് ചില സമയത്ത് നമുക്കത് ഹേർട്ട്ഫുൾ ആവും. നമ്മളും മനുഷ്യരാണ്, നമുക്ക് ഫീലിങ്സ് ഉണ്ട്. നമുക്ക് ഇവർക്ക് എന്തറിഞ്ഞിട്ടായി പറയണേ എന്നുള്ളത് ചിലപ്പോൾ ഒരു കാര്യം നമുക്ക് തോന്നും. ഇവർക്ക് എന്താ അറിയാം എന്നെ പറ്റി അല്ലെങ്കിൽ എന്റെ ഫാമിലിനെ പറ്റി എന്തറിഞ്ഞിട്ടായി പറയുന്നേ എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ വിചാരിക്കുക അവർക്ക് ഒരു പക്ഷെ അത് എഴുതി പോകുമ്പോ ഒരു സന്തോഷം. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മളെ വിഷമിപ്പിക്കുന്നതിന് ഒരാൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയാം. പിന്നെ ഈ ചില ക്രിറ്റിസിസം ഒക്കെ വരുന്നത് വെറുതെ നിങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുള്ള നമ്മളെല്ലാവരും. അപ്പൊ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ക്രിറ്റിസിസംസിന്റെ ഒക്കെ പ്രൊഫൈൽ എന്നെടുത്ത് നോക്കി കഴിഞ്ഞാൽ 0 പോസ്റ്റ് 0 ഫോളോവേഴ്സ് 0. അപ്പൊ അങ്ങനത്തെ വരുന്നത് ചിലത് ഇന്റൻഷനലാണ്. ഈ മുഖമുള്ള ആൾക്കാരുടെ ക്രിറ്റിസിസംസ് നമുക്ക് മനസ്സിലാക്കാം. അത് അവർ മീൻ ചെയ്യുന്നുണ്ടോ. മുഖമില്ലാത്ത ഐഡന്റിറ്റി ഇല്ലാത്ത ആൾക്കാർ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ക്രിറ്റിസൈസ് ചെയ്യുന്നതന്നെ അത് അവർ ഈ ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യുന്ന കാര്യത്തിന്, നേരത്തെ പറഞ്ഞ ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മളൊരു ദിവസം ഫുള്ളോ അല്ലെങ്കിൽ 2 ദിവസമൊന്നും അതിൽ നമ്മൾ ഡ്വെൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിനൊക്കെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ ചെറുപ്പം മുതലേ അച്ഛന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിലൊക്കെ താഴെ അച്ഛനെ തെറി പറയണൊക്കെ കേട്ട് വളർന്നേക്കൊണ്ട് എനിക്കിപ്പോ എന്നെ തെറി പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഫീൽ ചെയ്യല്ലേ അത്. എന്തോ കുറച്ച് അങ്ങനെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചിലപ്പോൾ വിഷമമായിരിക്കും. എനിക്ക് ആദ്യമൊക്കെ അച്ഛനെ ഇങ്ങനെ ഓരോരുത്തർ തെറി പറയണ കേൾക്കുമ്പോ ഭയങ്കര സങ്കടം വരുന്നത്. ഇപ്പൊ പിന്നെ എന്നെ തെറി പറയണമെങ്കിൽ അച്ഛൻ തെറി പറയണമെങ്കിൽ കുഴപ്പമില്ല, ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് കേൾക്കാതെ കളയാത്രേ ഉള്ളൂ. ക്രിറ്റിസിസം പിന്നെ നമ്മൾ എന്തായാലും എടുക്കണം. പിന്നെ വേറെ ആരെങ്കിലും നമ്മളെ പറ്റി മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാലോ നമ്മൾ എന്താണെന്നുള്ളത്. നമ്മൾ മോശമാണെങ്കിൽ നമ്മൾ വിഷമിക്കണം. പക്ഷെ അതിനകത്തൊരു കാര്യം ഈ സെയിം ഓഡിയൻസ് തന്നെയല്ലേ നമ്മുടെ സിനിമ കണ്ടും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ വരുന്ന സിനിമ കാണുന്ന ഓഡിയൻസ് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നവരൊന്നുമല്ല. അത് വളരെ ചെറിയ ശതമാനം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുള്ളൂ. വോക്കലായിട്ടുള്ള ആൾക്കാരെയാണ് ഒരു പോസിറ്റീവ് കമന്റ്സിൽ ഒരു കമന്റ് ആയിരിക്കും ചിലപ്പോൾ മോശം വരാം. അത് അങ്ങനെ സിനിമ കണ്ടതാക്കുന്ന പ്രേക്ഷകർ നല്ലതും ഉണ്ടല്ലോ. നമുക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ മനുഷ്യന്മാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ 1000 നല്ല കമന്റ് ഉണ്ടെങ്കിൽ ഒരു മോശം കമന്റ് ഉണ്ടാകും, അതിലേക്ക് ശ്രദ്ധ പോകുന്നതാണ്. അല്ലാതെ നമുക്ക് എത്രയോ നല്ല കമന്റ്സ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. അതല്ലാതെ നേരിട്ട് കാണുമ്പോൾ ആൾക്കാർ ജെന്യൂൻലി വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പോകുന്നു, സ്നേഹം നമ്മളോട് പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസും ശ്രദ്ധയും കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എഴുതുന്ന ആൾക്കാരുടെ ലൈഫിലത്തെ ഒരു തരം ഫ്രസ്ട്രേഷൻസും ബിറ്റർനെസ്സും ഒക്കെയാണ് എഴുതുന്നത്. അതെ, ചിലപ്പോ അതുകൊണ്ട് അവർക്കൊരു ആശ്വാസം കിട്ടും. നമ്മൾ മൂലം മറ്റുള്ളവർക്ക് ആശ്വാസം കിട്ടുന്നില്ലല്ലോ. അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടപ്പോ ഞാൻ ഉദ്ദേശിച്ചതിനല്ല, ഞാൻ വിചാരിച്ചതിനും മുകളിലല്ലേ അതിനും വലിയൊരു പൊസിഷനിൽ അവൻ എത്തി എന്ന് ടോവിനോ ചേട്ടന്റെ ഫാദർ പറഞ്ഞൊരു വീഡിയോ ഞാൻ റീസെന്റ് കണ്ടു. അത്രയും സപ്പോർട്ടാണ് ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഇതിനുണ്ടായിരുന്നത്. ആദ്യം സപ്പോർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ അപ്പൻ ഞാനങ്ങനെ ഒരു എന്തെങ്കിലും കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളൊന്നുമല്ല. സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഒന്നും. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകണമെന്നൊക്കെ പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഏതൊരു പാരന്റ്സിനും ഉണ്ടാവുന്ന പോലത്തെ ഒരു കൺഫ്യൂഷൻ അവർക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൽ വളരെ ആത്മാർത്ഥമായിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടൊക്കെ ഫോക്കസ്ഡ് ആണ്, ശരിക്കും ഒരു വിഷനും ഉണ്ട്, പാഷനേറ്റും ആണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം പിന്നെ ഇതുവരെയും ഒരു കുത്തുവാക്കുകൊണ്ട് പോലും നമ്മളെ വിഷമിപ്പിച്ചിട്ടില്ല. ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ക്രിസ്മസും ഈസ്റ്റർ ഓണം വിഷു ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഷൂട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഷൂട്ടിന് ബ്രേക്ക് ഒന്നും കിട്ടില്ല.
ഇവരെല്ലാരും കൂടെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് ആഘോഷിക്കും. അവര് വേണമെങ്കിൽ വീട്ടിലിരുന്ന് ആഘോഷിക്കാം, എന്നെ ഫോൺ വിളിച്ചോ വീഡിയോ കോളിലോ സംസാരിച്ചാൽ മതി. പക്ഷെ ഇൻസ്റ്റഡ് അവര് ഞാൻ എവിടെയാണോ ഷൂട്ട് ചെയ്യണം അവിടെ വന്ന് എൻ്റെ കൂടെ നേരം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന പോലെ അത്രയും വലിയ സപ്പോർട്ട് വേറെ എന്തോ ഉള്ളു. ഇതുപോലെ തന്നെ ചന്തു ചേട്ടനോടും ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു ആ. കമ്പയറിംഗ്, ഒരിക്കലും കമ്പയറിംഗ് അല്ല, ജസ്റ്റ് ഒരു ടോവി അതായത് ഒറ്റയ്ക്ക് വന്ന ഒരാളാണ്. അപ്പൊ ടോവി അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് മാത്രമല്ല, ഇപ്പൊ നമുക്കാണെങ്കിലും ഞങ്ങൾ നെപ്പോ കിഡ്സിനാണെങ്കിലും ടോവിന്ന് ഒരുപാട് പഠിക്കാറുണ്ട്. നെപ്പോ കിഡ്സിന് ഒരുപാട് പഠിക്കാറുണ്ട്. കാരണം ടോവിയുടെ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെഡിക്കേഷനാണ്. നമ്മൾ വിചാരിക്കുന്നത്, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള ഇത് തന്നെ തോന്നി പറഞ്ഞുണ്ട്. അതെ, ധാരണ ഉണ്ടാക്കിയ കാര്യമൊക്കെ പറയും. അല്ല നമ്മള് സ്വയം പറയാണ് ഞാൻ പോക്കിടാണെന്ന് കുഴപ്പമില്ല. ഇല്ല, ആണല്ലോ ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ താഴെ കമന്റിൽ പറയുന്നത് ഞാൻ തന്നെ പറഞ്ഞാൽ പോലെ. അപ്പൊ ടോവിയുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡെഡിക്കേഷൻ ആണ്. അതായത് ഇപ്പൊ ചുമ്മാ ഒരാൾ വന്നിട്ട് കാശിന് വേണ്ടി അഭിനയിച്ചു പോകുന്നല്ല, പുള്ളി എന്ത് വർക്ക് ചെയ്യുമ്പോഴും അതിനോട് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുള്ളൂ. ഞങ്ങള് ഈ നടികരുടെ സെറ്റിൽ തന്നെ ഞങ്ങളൊരു സീൻ ഷൂട്ട് ചെയ്യാനായിട്ട് മസിൽ കാണിക്കുന്ന ഒരു ഇതിന് വെള്ളമൊന്നും കുടിക്കാതിരിക്കും. അത് ആ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട്. പക്ഷെ അന്നൊരു അപകടം നടന്നില്ല, അതുകൊണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ. ഞാനൊക്കെയാണെങ്കിൽ പച്ചവെള്ളം കുടിക്കാതെ ഇരുന്ന് അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യില്ല. അത് ഷർട്ട്ലെസ് സീൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വാട്ടർ കട്ട് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെ അത് രണ്ടാമത് അത് അന്ന് ആക്സിഡന്റ് വഴിയുടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അത് ശ്രമിച്ചില്ല, കാര്യം അത് ഹെൽത്തി അല്ല അത്ര എപ്പോഴും ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ഓൾമോസ്റ്റ് ഫാമിലി, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തായാലും ഫാമിലി എല്ലാവരും കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ നമ്മൾ പൊതുവെ ഒരു കാര്യമുണ്ട്, സിനിമ എന്ന് പറയുന്നത് മറ്റു ജോലികൾ വെച്ചാൽ ഇറ്റ്സ് പ്രൊഫഷൻ, അതൊരു ഒക്യുപ്പേഷൻ ആണ്. അപ്പോൾ ഈ ജോലി ഉള്ളപ്പോൾ അല്ലെങ്കിൽ ജോലിയെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഫാമിലിയുടെ കാര്യം നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരുന്നത് നമുക്ക് പല കോമൺലി നമ്മൾ പറയാറുണ്ട്. അത് നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ലൈക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലി ഫാമിലി ഉള്ളവരാണല്ലോ, സോ ഹൗ ഡു യു സ്പെൻഡ്, എങ്ങനെയാണ് ഫാമിലിക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല ഈ എനിക്ക്. തിരക്കിനിടയിലും അങ്ങനെ തോന്നിയിട്ടില്ല? ലൈക്ക് പൊതുവെ നമ്മളങ്ങനെ കാണാറുണ്ട്. നമ്മൾ എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ നമ്മള് 365 ഡേയ്സ് നമ്മൾ ഷൂട്ടിലായിരിക്കില്ലല്ലോ. പിന്നെ ഞാനൊക്കെ സ്കൂള് കഴിഞ്ഞ ഉടനെ ആണ് ഞാൻ മൂവി സ്റ്റാർട്ട് ചെയ്തത്. സ്കൂള് വരെ എന്ന് പറയുന്നത് നമ്മള് ഈ പറഞ്ഞ പോലെ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ രാവിലെ സ്കൂളിൽ പോകും, വൈകുന്നേരം തിരിച്ചു, അതിന് ട്യൂഷൻ ഉണ്ടാവും, അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ഞാൻ 10th കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ എപ്പോഴും ഒന്നെങ്കിലും അച്ഛനുണ്ടാവും കൂടെ, അത് കഴിഞ്ഞ് അമ്മ. എനിക്ക് അങ്ങനെ ഒരു ഫാമിലി മിസ്സിങ് എനിക്ക് അത് ചിലപ്പോൾ യൂസ്ഡ് ആയതുകൊണ്ടായിരിക്കാം, അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് കുറച്ച് അത് ഉണ്ടായിരുന്നു വെച്ചാല് ബാക്ക് ടു ബാക്ക് സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കങ്ങനെ ഒരു സിനിമ കഴിയുമ്പോഴത്തേക്ക് അടുത്ത സിനിമയിലേക്ക് ജോയിൻ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ ഞാനൊരു 4 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി, വലിയ ഇതിപ്പോ തുടങ്ങിയില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മൾ മിസ് ചെയ്യാത്തത്. വെറുതെ അല്ല, എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ എന്താ മിസ് ചെയ്യാത്തത്. ചില സമയത്ത് ശരിക്കും അത് മിസ് ചെയ്യും, നീ നോക്കിക്കോ അത് വരും. അതായത് നമ്മൾ ആ ഡേറ്റിൽ തന്നെ എത്തിയില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പോയി. അപ്പൊ ഇപ്പൊ ഞാൻ എല്ലാ സിനിമയും കഴിയുമ്പോൾ എനിക്ക് കുറച്ച് ദിവസം ഒരാഴ്ചയെങ്കിലും എനിക്ക് ബ്രേക്ക് വേണം. അതിൽ ഒരു 3-4 ദിവസം ചിലപ്പോൾ എനിക്ക് ആ ക്യാരക്ടറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിരിക്കും. വേറെ 2-3 ദിവസം വീട്ടിൽ പോയിരുന്നിട്ട് ഒന്ന് മൊത്തത്തിൽ അൺവൈൻഡ് ചെയ്യാനായിരിക്കും. ഇത് ചോദിച്ച് മേടിച്ചു തുടങ്ങിയത് കഴിഞ്ഞ വർഷമൊക്കെയാണ്. അതുവരെയും ഒരു സമയത്ത് ഞാനൊരു 2016 ഏപ്രിൽ 10 മുതൽ 2019 ജൂൺ അവസാനം വരെയുള്ള 30-ാം തീയതി വരെയുള്ള ഒരു സമയം കൊണ്ട് ഞാൻ ഒരു 25 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾ. അപ്പോൾ ഒരു 3 കൊല്ലം കൊണ്ടാണ് അത് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് അടുപ്പിച്ച് ഒരു 2 ദിവസം 3 ദിവസത്തിൽ കൂടുതലൊന്നും വീട്ടിൽ നിൽക്കാനായിട്ട് കിട്ടുന്നത് ഭയങ്കര കുറവായിരുന്നു. ഒരു സിനിമ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി അന്ന് രാവിലെ അല്ലല്ലോ, തലേ ദിവസമെങ്കിലും നമ്മൾ അവിടെ എത്തി ക്യാരക്ടറിന്റെ ഡിസ്കഷനൊക്കെ ഇരിക്കുക എന്നുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കും ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. അപ്പോൾ എനിക്ക് ആ സമയത്ത് എൻ്റെ മോളും ഭയങ്കര ചെറുതാണ്. അങ്ങനെ ഒരു സമയത്തൊക്കെ പിന്നെ അവർ എൻ്റെ കൂടെ ട്രാവൽ ചെയ്ത് തുടങ്ങി. ഞാൻ എവിടെ ഷൂട്ട് ചെയ്യുന്നു അവിടെ എൻ്റെ കൂടെ 2 പേരും മോളും ഭാര്യയും ഉണ്ടാവുമായിരുന്നു. പിന്നെ രണ്ടാമത്തെ മോനാവുന്നത് വരെയും അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിൽ തന്നെ ആയി, കാര്യം അവൻ തീരെ കുഞ്ഞായത് കാരണം കൊണ്ട് അവനെ ഹോട്ടലിൽ കൂടെ പിന്നെയും ഇടയ്ക്ക് വരും. 6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ വന്നു തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടുകാർ ലൊക്കേഷനിൽ വന്ന് നമ്മളുടെ കൂടെ ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ കഴിഞ്ഞ കൊല്ലം മുതൽ ഞാൻ പറഞ്ഞു, എനിക്ക് മോളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാ ബ്രേക്ക് കിട്ടുമ്പോൾ ഒക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരുണ്ടായിക്കൊള്ളുന്നില്ല. വെക്കേഷൻ ടൈമിൽ മാത്രമേ എനിക്ക് അവരുടെ ഫുൾ ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുള്ളൂ. അല്ലാണ്ട് എനിക്കൊരു സിനിമയുടെ ഷൂട്ടിനിടയ്ക്ക് ഒരു ദിവസം ഓഫ് കിട്ടി കഴിഞ്ഞാൽ പോയി കഴിയുമ്പോൾ മോള് സ്കൂളിലായിരിക്കും. മോള് വൈകുന്നേരം 4 മണിക്ക് 4:30 ആകും വരുന്ന സമയത്ത്. അപ്പം അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളുള്ള കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു, വർഷത്തിൽ ഒരു മാസം, വെറും ഒറ്റ മാസം, 325 ദിവസത്തിൽ ഒരു 30 ദിവസം എന്നെ ഒന്നിനും നോക്കണ്ട, ഞാൻ ഫാമിലി ആയിട്ടായിരിക്കും. അപ്പോൾ ഞാൻ വീട്ടിൽ നിൽക്കില്ല, എവിടെയെങ്കിലും ടൂർ പോകും.
അല്ലെങ്കിൽ വീട്ടില് ഒരു കഥ പറഞ്ഞാലോ മറ്റേ ഡിസ്കഷൻ പറഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലേക്കും വരും. വീട്ടിലേക്ക് അങ്ങനെ വരുന്നത് വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എന്നെ വല്ലപ്പോഴും ആണ് കിട്ടുന്നത്, അപ്പോഴും ഇങ്ങനെയാന്ന് പറയുമ്പോൾ ആസ് എ ഹീറോ ഇപ്പൊ ടൊവിനോനെ സംബന്ധിച്ച് ചിലപ്പോൾ 50 to 60 days ആയിരിക്കും ഒരു മൂവിയിൽ കൊടുക്കേണ്ടി വരിക. ഇപ്പൊ നമുക്ക് അതിലൊരു ഹീറോയിൻ പാട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 25 days ആയിരിക്കും. അപ്പൊ നമുക്ക് ഗ്യാപ്പ് കിട്ടും. ഇനി അടുത്തത് ഒരു 10 ദിവസം ഫൈറ്റ് ആട്ടോ അപ്പൊ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അത് കുഴപ്പമില്ല. 10 ദിവസം ഞാൻ ഇപ്പൊ ഒരു അതിൽ പ്രൊട്ടഗണിസ്റ്റ് ഞാനാണ്. അപ്പൊ അതിൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് 46 days ഒക്കെ വരുമ്പോ ഞാൻ എനിക്ക് പണി വേണ്ട, എനിക്ക് വിട്ടുപോടാ, വേണത് ചോദിച്ചു മേടിക്കാനൊക്കെ നമുക്ക് അങ്ങനെ ഗ്യാപ്പ് ചോദിച്ചു മേടിക്കാനൊക്കെ വരുമ്പോ പറ്റിയത്. ഈ നിങ്ങൾക്ക് ഈ ഫാൻ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഒത്തിരി പേരെ സ്നേഹം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ അതിനെ എങ്ങനെയാണ് നമുക്ക് ഒരുപാട് പേരെ സ്നേഹം കിട്ടുമ്പോൾ വിങ്ങി പൊട്ടാറുണ്ടോ? അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കല്ലേ അങ്ങനെ തോന്നാറുണ്ടോ നിങ്ങൾക്ക് ഒരുപാട്? കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എവിടെ പോയാലും അവരെ കാണും, സംസാരിക്കും, അപ്പൊ ഒരുപാട് ഇഷ്ടമാണ് ലൈക്ക് അത് കേട്ട് അത് മടുക്കാറുണ്ടോ? അല്ലെങ്കിൽ അതിനെ കാരണം ചേച്ചി ഇപ്പൊ റിയാലിറ്റി ഷോനും അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് ഇന്നോഗ്രേഷൻ അങ്ങനെ പല ഇപ്പൊ ഈയിടെ എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗറിൽ വന്നിരുന്നു. അപ്പൊ കുട്ടികളോട് കൂടി ഇന്ററാക്ട് ചെയ്യുക. അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു രീതി അല്ലെങ്കിൽ നല്ല പ്രോഗ്രാം ആയിരുന്നു. കലക്കൻ എപ്പിസോഡ് ആയിരുന്നു. കണ്ടായിരുന്നോ? ഞാൻ കണ്ടായിരുന്നു എപ്പിസോഡ്. ഇവൻ എന്റെ ചക്കര നല്ലായിരുന്നു. ബിക്കോസ് ഇത് ഞാനിപ്പോ ഒരു ചാനലിന്റെ ഷൂട്ടിന് പോവാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ എന്റർടൈൻമെന്റ് ആണ്. അതിരുന്ന് കണ്ടോണ്ടിരുന്നാൽ മതി. അതൊരു സുഖമാണ് ശരിക്കും. പാട്ട് എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ അഭിപ്രായം പറയാൻ പറയും നമ്മൾ, പക്ഷെ അഭിപ്രായം ആർക്കിടാൻ വേണ്ടിട്ടല്ല അവിടെ പോയിരിക്കുന്നത്. എല്ലാം നന്നായിട്ടുണ്ട്. അതിന്റെ ഇത് പറയാൻ അറിയില്ലെന്നേ ഉള്ളൂ. അപ്പൊ അവിടെ ശരത്തേട്ടനും മറ്റേ ശ്രീകുമാരേട്ടനും എല്ലാവരും ഉണ്ടല്ലോ. അത് ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്. എനിക്ക് അങ്ങനെ ഒരു ദിവസം കിട്ടി എനിക്ക് ഇഷ്ടമാണ്. രാവിലെ തൊട്ട് രാത്രി നമുക്ക് ഇത് കണ്ടോണ്ടിങ്ങനെ ഇരിക്കാം. നല്ല അതെനിക്ക് ഇഷ്ടമാണ്. ഈ മൂവിയുടെ പ്രൊമോഷൻസ് അത് കുറച്ച് ദിവസങ്ങളായി നമുക്ക് ഈ മൂവി അത് എൻജോയ് ചെയ്യുന്നുണ്ടോ ആ ഒരു പ്രോസസ്സ്? ചോദിച്ചാൽ അല്ലാതെ ഈ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുമ്പോഴത്തെ റിപ്പീറ്റീവ് ആവുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ, പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഒരു ഗ്രൂപ്പായിട്ടിരിക്കുന്ന സമയത്ത് അത് ഫണ്ണാണ്. ഓക്കെ, പക്ഷെ ഇത് ഇന്റർവ്യൂ മാത്രമല്ല, നമുക്ക് മറ്റു കോളേജുകളിൽ നിങ്ങൾക്ക് പ്രൊമോഷൻസ് പോവാം, അല്ലെങ്കിൽ ട്രെയിലർ ലോഞ്ച് ഉണ്ടായിരുന്നു, അല്ലാതെ നമുക്ക് ഒത്തിരി കാര്യം സോഷ്യൽ മീഡിയ വഴി പ്രൊമോഷൻസ്. അപ്പൊ അതെല്ലാം എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലല്ല നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ആ ഒരു രീതി? കുറെ കഴിഞ്ഞാൽ ടയറിംഗ് ആണ്. നമ്മൾ ശരിക്കും നോക്കുമ്പോൾ ഫിസിക്കലി നമ്മൾ ഭയങ്കരമായിട്ടൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരുന്ന് സംസാരിക്കുന്നുള്ളൂ. പക്ഷെ അത് ഭയങ്കര ടയറിംഗ് ആണ്. സ്ട്രെയിൻ ആണ്. പക്ഷെ അത് നമ്മൾ നമ്മുടെ സിനിമയെ പറ്റിയിട്ടാണല്ലോ സംസാരിക്കുന്നത്. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതിനെ പറ്റി സംസാരിക്കാൻ. പിന്നെ ഈ സിനിമ ഇറങ്ങുന്ന കാര്യം എല്ലാവരും അറിയുക എന്നുള്ളതാണ് ഈ പ്രൊമോഷൻസിന്റെ ഉദ്ദേശം. അത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ. ഈ പോസ്റ്റേഴ്സ് ഇതിന് കണ്ടപ്പോഴും അല്ലെങ്കിൽ ട്രെയിലർ കാര്യങ്ങളെല്ലാത്തിലും ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ബോണ്ട് ഈ നമുക്ക് പോസ്റ്ററിൽ ട്രെയിലറിലും കാണാം. അപ്പൊ ആ ഒരു ബോണ്ട് നിങ്ങൾക്ക് ലൊക്കേഷനിൽ വന്നതാണോ അതോ അതിന് മുൻപേ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ബോണ്ടാണോ? അല്ല ലൊക്കേഷനിൽ എങ്ങനെയായിരുന്നു? ഈ പോസ്റ്റർ കാണുന്ന പോലെ തന്നെയാണോ നിങ്ങൾ ലൊക്കേഷനിലും? ഞങ്ങള് ഒരുവിധം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുൻപ് വർക്ക് ചെയ്ത ആൾക്കാരും ടച്ചിലുള്ള ആൾക്കാരും ഒക്കെയാണ്. അതുകൊണ്ട് അവിടെ വരുന്ന പുതിയ ആൾക്കാരാണെങ്കിൽ ഇൻസ്റ്റന്റ്ലി ആണ് എല്ലാവരുമായിട്ട് സിങ്ക് ആവുന്നത്. ഭയങ്കര ഐസ് ബ്രേക്കിംഗ് മൊമെന്റ്. എപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഒരു സിനിമ സെറ്റിന്റെ മൊത്തത്തിലുള്ള ഒരു പെരുമാറ്റവും സ്വഭാവവും എന്ന് പറയുന്നത് ആ സിനിമയുടെ ഡയറക്ടറുടെ സ്വഭാവമായിട്ട് ഭയങ്കര ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുമെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഡയറക്ടർ ചില്ലാണെങ്കിൽ മൊത്തം സെറ്റും ചില്ലായിരിക്കും, ഡയറക്ടർ ഭയങ്കര സീരിയസ് ആണെങ്കിൽ മൊത്തം സെറ്റും അങ്ങനത്തെ ഒരു. ഈ ഒരു സിനിമ എന്തായാലും ഈ അടുത്ത് തന്നെ റിലീസ് ആവാൻ പോവാണ്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനെ നോക്കി കാണുന്ന എല്ലാ പ്രേക്ഷകരോടും നിങ്ങൾക്ക് എന്താണ് പറയാൻ? പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു ഇത് ഒരു ജീന്റെ മൂവീസ് കണ്ടുവരുന്ന ആൾക്കാർക്ക് ജീന്റെ മൂവിയിൽ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. ഓഫ്കോഴ്സ് ഇത് എന്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ടൊവിനോ തോമസ് സൗബിൻ ഷാഹിർ മൂവിയാണ്. ഇവര് രണ്ടുപേരുടെയും എനിക്ക് തോന്നുന്നു കരിയറിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ആയിരിക്കും. ഞങ്ങൾ എല്ലാവരും ഓരോരോ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കണക്ട് ചെയ്യുന്ന മനസ്സിലാക്കാവുന്ന ഒരുപാട് ഈ മൂവിയിലുണ്ട്. ചിരിപ്പിക്കാനുണ്ട്, ചിന്തിപ്പിക്കാനുണ്ട്, വിഷമം വരും, എല്ലാം ഉണ്ട്. എല്ലാം കൂടിയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി മൂവി എന്നൊന്നും നമ്മൾ ആരും അവകാശപ്പെടുന്നില്ല. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഡേവിഡ് പടിക്കൽ എന്നൊരു സ്റ്റാറിന്റെ കൂടെ ആൾക്കാർ ട്രാവല് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങളെ വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇത്ര നേരം സംസാരിച്ചതിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തതിന് സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ സിനിമ ഏറ്റവും നല്ല വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.